ഹലോ ഫ്രണ്ട്സ്, ഞാൻ അടുത്ത ടോപ്പിക്കാണ് കോംപ്രമൈസസ്, അറേഞ്ച്മെൻറ്റ്സ് ആൻഡ് അമാൽഗമേഷൻസ്. ഇപ്പോൾ ഒരു കമ്പനിക്ക് മൊത്തത്തിൽ മാറണം, അടിമുടിയായിട്ട് മാറണം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ NCLTയുടെ അപ്രൂവൽ ആദ്യം മേടിക്കണം. എന്നിട്ട് ഈ പറയണ കോംപ്രമൈസ്, അറേഞ്ച്മെൻറ്റ്, അമാൽഗമേഷൻ, ഈ പറയണ മെത്തേഡ്സ് വഴിയാണ് ആ കമ്പനിക്ക് റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ആ കമ്പനി മാറ്റങ്ങൾ വരുത്തുന്നത് ചിലപ്പോൾ ക്യാപിറ്റൽ എന്തെങ്കിലും ചേഞ്ചസ്, അല്ലെങ്കിൽ ഡെപ്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഓണർഷിപ്പ്, ബിസിനസ്, ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിലൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടായിരിക്കും ആ കമ്പനി റീഅറേഞ്ച് ചെയ്യണത്, റീഓർഗനൈസ് ചെയ്യണത്, അല്ലെങ്കിൽ റീസ്ട്രക്ചറിങ് ചെയ്യണമെന്ന് പറയാം. ഓക്കെ, ഇനി ഈ പറയുന്ന സ്കീംസ് അല്ലെങ്കിൽ മെത്തേഡ്സ്, അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികളുടെ വൈൻഡിങ് അപ്പ്, അതായത് അടച്ചു പൂട്ടണത് ഒഴിവാക്കാൻ പറ്റും. എല്ലാ കമ്പനി ഇതുപോലെ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ എല്ലാ കമ്പനീസ് ഇതുപോലെ തന്നെ അടച്ചു പൂട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ എക്കണോമീനെ നന്നായിട്ട് ബാധിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയണ 3 സ്കീംസ് കമ്പനീനെ സഹായിക്കും. പിന്നത്തെ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ്സിനെ മൊത്തത്തിൽ ഒന്ന് റീഓർഗനൈസ് ചെയ്യാനോ അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്യാനായിട്ട് സഹായിക്കും. അതായത് ഇപ്പോൾ പുതുക്കി പണിയാന്നൊക്കെ പറയില്ലേ, അത്. പിന്നെ കമ്പനികൾ തമ്മിൽ അങ്ങോട്ട് മെർജ് ചെയ്യാനോ ഡീമെർജ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങളെ കുറച്ചും കൂടി സംരക്ഷിക്കാൻ പറ്റും. ഓക്കെ, ഇതുകൊണ്ടാണ് ഈ പറഞ്ഞ സെക്ഷൻ കമ്പനീസ് ആക്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ അടുത്തത് നമുക്ക് ഓരോ സ്കീമിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഞാൻ കോംപ്രമൈസ് എന്താണെന്ന് നോക്കാം. ചിലപ്പോൾ ഒക്കെ കമ്പനിയും ക്രെഡിറ്റേഴ്സും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ കമ്പനി മെമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇവരുടെ ഇടയിൽ സമാധാനപരമായ ഒത്തുതീർപ്പിനെയാണ് നമ്മൾ കോംപ്രമൈസ് എന്ന് വിളിക്കുന്നത്. സാധാരണ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കമ്പനീസാണ് ഈ കോംപ്രമൈസ് യൂസ് ചെയ്യണത്, ഈ സ്കീം യൂസ് ചെയ്യണത്. അപ്പോൾ എന്തെങ്കിലും ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ ചിലപ്പോൾ ഈ പറയണ പലിശ വെട്ടിക്കുറയ്ക്കും, അടയ്ക്കേണ്ട കടങ്ങൾ ചിലപ്പോൾ ഒന്നും കൂടി വെട്ടിച്ചുരുക്കും, അതുപോലെ തന്നെ റീപേയ്മെൻറ്റ് കാലാവധി അത് കുറച്ചും കൂടി നീട്ടിക്കൊടുക്കും. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്കീമാണ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ കോംപ്രമൈസിനേക്കാളും കുറച്ചും കൂടി ഒരു വലിയ കൺസെപ്റ്റാണ് അറേഞ്ച്മെൻറ്റ്. ഇപ്പോൾ കോംപ്രമൈസ് വഴി ഇപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അറേഞ്ച്മെൻറ്റ് വഴി നോക്കും. അറേഞ്ച്മെൻറ്റ് പല ടൈപ്പ് ഉണ്ട്. ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെയർ ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ്, അല്ലെങ്കിൽ ഷെയർ കൺസോൾട്ടേഷൻ, അല്ലെങ്കിൽ ഷെയർ സ്പ്ലിറ്റ്, ഷെയർ കൺവേർഷൻ, ഇതൊക്കെയാണ് ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ്ങിൽ വരുന്നത്. പിന്നെ ഡെപ്റ്റ് റീസ്ട്രക്ചറിങ്, മെർജർ, ഡീമെർജർ, ടേക്ക് ഓവർ, പിന്നെ കോർപ്പറേറ്റ് ഡെപ്റ്റ് റീസ്ട്രക്ചറിങ്, ഇതൊക്കെ അറേഞ്ച്മെൻറ്റിൻ്റെ പല രൂപങ്ങളാണ്. അപ്പോൾ ഇനി കോംപ്രമൈസിൻ്റെയും അറേഞ്ച്മെൻറ്റിൻ്റെയും നടപടിക്രമങ്ങളെക്കുറിച്ച് നോക്കാം. ഓക്കെ, രണ്ടും സെയിം ആണ്. അപ്പോൾ കോംപ്രമൈസോ അറേഞ്ച്മെൻറ്റോ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്ക് NCLTയിൽ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ ആളാണ് കമ്പനി, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ്, അല്ലെങ്കിൽ മെമ്പേഴ്സ്, അല്ലെങ്കിൽ ലിക്വിഡേറ്റർ. അപ്പോൾ അടച്ച് പൂട്ടാൻ പോകുന്ന ഒരു കമ്പനിയാണെങ്കിൽ ലിക്വിഡേറ്ററിനും അപേക്ഷിക്കാം. ഓക്കെ, എന്നിട്ട് ഈ പറയുന്ന ആപ്ലിക്കേഷൻ അയച്ചതിൻ്റെ ഒരു നോട്ടീസ് ആ കമ്പനിയുടെ എല്ലാ മെമ്പേഴ്സിന്, ക്രെഡിറ്റേഴ്സിന്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന്, ഗവൺമെൻറ് ഏജൻസിക്കൊക്കെ അയച്ചു കൊടുക്കണം. അയച്ചു കൊടുത്തിട്ട് നമ്മളൊരു 30 ദിവസം വെയിറ്റ് ചെയ്യാം, ഈ പറയുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോയെന്ന്, എതിർപ്പുണ്ടോയെന്ന്. എതിർപ്പൊന്നും ഇല്ലെങ്കിൽ അവർ സമ്മതിച്ചു എന്നാണ് കരുതേണ്ടത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് യോഗം വിളിക്കും. ഈ പറഞ്ഞ NCLTക്ക് അയച്ചു കൊടുത്തല്ലോ, NCLT അതെല്ലാം വായിച്ച് നോക്കിയിട്ട് ക്രെഡിറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ ഒരു യോഗം വിളിക്കും. അതായത് കമ്പനിയുടെ അടുത്ത് മീറ്റിംഗ് കൂടാൻ പറയും. അപ്പോൾ ഈ മീറ്റിങ്ങിൻ്റെ നോട്ടീസ് ഈ പറഞ്ഞ എല്ലാ ക്രെഡിറ്റേഴ്സിനും മെമ്പേഴ്സിനും അയച്ചു കൊടുക്കണം അവരുടെ അഡ്രസ്സിൽ. അപ്പോൾ നോട്ടീസിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. കണ്ടൻറ്റ് ഓഫ് സ്കീം, പിന്നെ വാല്യുവേഷൻ റിപ്പോർട്ട് കോപ്പി, പിന്നെ എഫക്റ്റ് ഓൺ സച്ച് സ്കീം ഓൺ പ്രൊമോട്ടർ, ഡയറക്ടർ, ഷെയർ ഹോൾഡേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഡെബിറ്റേഴ്സ്, അങ്ങനെ ഇതൊക്കെ ഉണ്ടായിരിക്കണം നോട്ടീസിനകത്ത്. ഇനി പറഞ്ഞ ഡോക്യുമെൻറ്റ്സും നോട്ടീസിൻ്റെ ഇതും ഫുൾ ഡീറ്റെയിൽസ് അവരുടെ വെബ്സൈറ്റിലൊക്കെ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ആ കമ്പനി ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ സെബിക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി ആ മീറ്റിങ്ങിൽ ഈ പറഞ്ഞ സ്കീം, അതായത് കോംപ്രമൈസോ അറേഞ്ച്മെൻറ്റോ, അത് അംഗീകരിക്കണമെങ്കിൽ ഭൂരിഭാഗം ആൾക്കാരോ അല്ലെങ്കിൽ 3/4 ആൾക്കാരെങ്കിലും അപ്രൂവ് ചെയ്യണം അത്. ഓക്കെ, അപ്പോൾ ഈ സ്കീം അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ രീതിയിലൊക്കെ വോട്ട് ചെയ്യാം. ഇൻ പേഴ്സണോ പ്രോക്സിയോ അല്ലെങ്കിൽ പോസ്റ്റൽ ബാലറ്റായിട്ട് അത് 1 മാസത്തിനുള്ളിൽ ചെയ്യണം. ഇപ്പോൾ ഈ സ്കീമിൽ ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്ക് മാത്രമാണ് അത് റേസ് ചെയ്യാൻ പറ്റുള്ളൂ. 10%
അതിൽ കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യണ ആൾക്കാരുണ്ടാവും, അവർക്ക് ഒബ്ജക്ഷൻ കൊടുക്കാം. ടോട്ടൽ ക്രെഡിറ്റേഴ്സിൻ്റെ 5% അതിൽ കൂടുതലുള്ള ആൾക്കാർക്ക് കൊടുക്കാം, എന്തെങ്കിലും എതിർപ്പോ ഒബ്ജക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ പറഞ്ഞ ഒബ്ജക്ഷൻ മീറ്റിങ്ങിൻ്റെ സമയത്തോ അല്ലെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ടോ NCLTക്ക് അത് ഫയൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ പറയണ സ്കീം 90% അതിൽ കൂടുതൽ ആൾക്കാർ സമ്മതിച്ചു കഴിഞ്ഞാൽ NCLT ക്രെഡിറ്റേഴ്സിൻ്റെയോ മെമ്പേഴ്സിൻ്റെയോ മീറ്റിംഗ് പിരിച്ചുവിടും. ഈ സ്കീം അപ്രൂവ് ചെയ്തതിൻ്റെ ഒരു ഡീറ്റെയിൽസും മീറ്റിംഗ് കണ്ടക്ട് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് NCLTക്ക് അയച്ചു കൊടുക്കണം. എന്നിട്ട് NCLT അതെല്ലാം വായിച്ച് നോക്കി സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സിൻ്റെ സഹായത്തോടുകൂടി മാത്രമാണ് അത് അപ്രൂവ് ചെയ്യുള്ളൂ. അപ്രൂവ് ചെയ്തതിന് ശേഷം ഓർഡർ പാസ്സാക്കും. എന്നിട്ട് NCLTയുടെ ആ ഓർഡർ ROCക്ക് 30 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റെപ്സ്. ഇനി അടുത്ത പവേഴ്സ് ഓഫ് ട്രിബ്യൂണൽ, അതായത് NCLT എന്താണെന്ന് നോക്കാം. ഈ പറഞ്ഞിരിക്കുന്ന സ്കീം സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പവേഴ്സ് NCLTക്ക് വരും. ഈ പറഞ്ഞ സ്കീം ആ കമ്പനിക്കാർ ഇംപ്ലിമെൻറ്റ് ചെയ്യണ്ടോ അതൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് NCLT ആയിരിക്കും. ആ സ്കീം നന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സജഷൻസോ മോഡിഫിക്കേഷൻസോ ഒക്കെ റെക്കമെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ദേ മേ റിക്വയർ ലിക്വിഡേറ്റർ ടു റിപ്പോർട്ട് ഓഫ് ദ വർക്കിംഗ് ഓഫ് ദ സ്കീം. പിന്നെ ഇപ്പോൾ NCLTക്ക് ഈ സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കട അടയ്ക്കാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന NCLTക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കമ്പനിയുടെ അടുത്ത് വൈൻഡപ്പ് ചെയ്യാൻ പറയും, ഓർഡർ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ കോംപ്രമൈസ് അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഓക്കെ, ഇതൊക്കെ മനസ്സിലാവും. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കവേർഡാണ്. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ നമുക്ക് നോക്കാം, മെർജർ ആൻഡ് അമാൽഗമേഷൻ. അപ്പോൾ ഈ അമാൽഗമേഷൻ്റെ അകത്ത് ഈ പറഞ്ഞ 2 സ്കീംസ് ഉണ്ട്. ഡീമർജർ ഉണ്ട്, പിന്നെ മെർജർ ഓർ അമാൽഗമേഷൻ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ സ്കീമും ഉണ്ട്. അമാൽഗമേഷൻ്റെ അകത്ത് ട്രാൻസ്ഫർ കമ്പനി ഉണ്ടാവും, ട്രാൻസ്ഫർ കമ്പനി ഉണ്ടാവും. ഈ ട്രാൻസ്ഫർ കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ കമ്പനിയുടെ ആയിട്ട് മാറും. മെർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കമ്പനി കൂടിയിട്ട് പുതിയ കമ്പനിയായിട്ട് മാറും. ഡീമർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി 2 കമ്പനിയായിട്ട് മാറും, സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അമാൽഗമേഷൻ ആ ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത്. മെർജറും ഡീമർജറും ഒക്കെ വരും. ഒരു കമ്പനി അമാൽഗമേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്ന് വെച്ചോ, അതായത് മെർജറോ റീസ്ട്രക്ചറിങ്ങോ എന്തും ആയിക്കോട്ടെ, ആദ്യം ചെയ്യണമെങ്കിൽ NCLTയുടെ അപ്രൂവൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ അമാൽഗമേഷൻ സ്കീം അത് ഡ്രാഫ്റ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ടത് NCLT ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒപ്പം തന്നെ അത് ഫയൽ ചെയ്യണം. അപ്പോൾ NCLT ആപ്ലിക്കേഷൻ ഫോമൊക്കെ വായിച്ച് നോക്കിയിട്ട് കമ്പനിയുടെ അടുത്ത് ക്രെഡിറ്റേഴ്സിൻ്റെ മെമ്പേഴ്സിൻ്റെ മീറ്റിംഗ് വയ്ക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് ആ മീറ്റിംഗ് വഴി 3/4 ആൾക്കാർ അത് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ സ്കീം. ഓക്കെ, എന്നിട്ട് ഈ പറഞ്ഞ സകല കാര്യങ്ങളും NCLTക്ക് അയച്ചു കൊടുക്കണം. NCLT അത് വായിച്ച് നോക്കി നല്ലതാണെങ്കിൽ അത് സാങ്ഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ NCLTയുടെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്ഫർ കമ്പനിയുടെ അസറ്റ്സും ലയബിലിറ്റീസും ട്രാൻസ്ഫർ കമ്പനിയുടെ ആയിട്ട് മാറും. അതിനുശേഷം ട്രാൻസ്ഫർ കമ്പനി അടച്ചു പൂട്ടും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നത്. ഇനി അടുത്താണ് ഫാസ്റ്റ് ട്രാക്ക് മെർജർ. സാധാരണ ഇപ്പോൾ അമാൽഗമേഷൻ ആണെങ്കിലും മെർജർ ആണെങ്കിലും ഡീമർജർ ആണെങ്കിലും കുറച്ച് സമയം പിടിക്കും അത്. അപ്പോൾ ഈ പറയുന്ന മെർജറൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നൊരു മെത്തേഡാണ് ഫാസ്റ്റ് ട്രാക്ക് മെർജർ. അപ്പോൾ ഇതുവഴി പെട്ടെന്ന് മെർജർ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. പിന്നെ ഈ ഫാസ്റ്റ് ട്രാക്ക് മെർജർ ഈ പറഞ്ഞ 2 കമ്പനീസിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് സ്മോൾ കമ്പനി, സെക്കൻഡ് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനീസ്. പിന്നെ ഫാസ്റ്റ് ട്രാക്ക് മെർജർ ഈ പറഞ്ഞ ആൾക്കാർ അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ROC, ഒഫീഷ്യൽ ലിക്വിഡേറ്റർ, സെൻട്രൽ ഗവൺമെൻറ്, ഈ 3 പേര് പെർമിഷൻ തന്നാൽ മാത്രമാണ് ആ കമ്പനിക്ക് ഫാസ്റ്റ് ട്രാക്ക് മെർജർ ചെയ്യാൻ പറ്റുള്ളൂ. ഫാസ്റ്റ് ട്രാക്ക് മെർജറിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏത് കമ്പനീസാണ് മെർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കമ്പനീസ് മെർജർ സ്കീം ഡ്രാഫ്റ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ഈ പറഞ്ഞ കമ്പനീസ് ഒരു ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടുക. എന്നിട്ട് അത് സ്കീം അപ്രൂവ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് അത് ഫൈനലൈസ് ചെയ്യുക. എന്നിട്ട് ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത കാര്യവും ഈ സ്കീം അപ്രൂവൽ ചെയ്ത കാര്യമെല്ലാം ROCക്കും OLനും അറിയിക്കുക. എന്നിട്ട് അത് ഫയൽ ചെയ്യുക. അപ്പോൾ ഇവർക്ക് അയച്ചു കൊടുത്തു. ഇവർക്ക് ആ സ്കീം വായിച്ച് നോക്കിയിട്ട് ഒരു ഒബ്ജക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ മെർജിങ് കമ്പനീസ് ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി ഫയൽ ചെയ്യണം. അതിനുശേഷം മെർജിങ് കമ്പനീസിൻ്റെ മെമ്പേഴ്സ് എല്ലാവരും കൂട്ടിയിട്ട് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. എന്നിട്ട് 90% അതിൽ കൂടുതലുള്ള ഷെയർ ഹോൾഡേഴ്സ് അത് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ് വിളിക്കണം.
എന്നിട്ട് 90% അതിൽ കൂടുതൽ ക്രെഡിറ്റേഴ്സ് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു റിട്ടേൺ നോട്ടീസ് ആക്കിയിട്ട് വേണ്ട സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും ഫൈനലൈസ് ചെയ്ത സ്കീമും എല്ലാം സെൻട്രൽ ഗവൺമെൻറ്റും ഫയൽ ചെയ്യണം. അതിനുശേഷം സെൻട്രൽ ഗവൺമെൻറ് അയച്ച് കൊടുത്ത സകല ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്യും. ഈ ROCയുടെ റിപ്പോർട്ടും ഒഫീഷ്യൽ ലിക്വിഡേറ്റിൻ്റെ റിപ്പോർട്ടും വെച്ചിട്ട് എല്ലാം ഒന്നും കൂടി പരിശോധിക്കും. അതിനുശേഷം സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു ഒബ്ജക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് കൺഫർമേഷൻ ഓർഡർ പാസ്സാക്കും. അതിനുശേഷം ROCക്ക് അത് ഫയൽ ചെയ്യണം. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ഈ സെൻട്രൽ ഗവൺമെൻറ് NCLTയുടെ അടുത്ത് 60 ദിവസത്തിനുള്ളിൽ തന്നെ ഈ സെക്ഷൻ 232 ഫോളോ ചെയ്യാനായിട്ട് ഓർഡർ ഇടും. സെക്ഷൻ 232 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പഠിച്ചില്ലേ സാധാരണ അമാൽഗമേഷൻ, ഒരു വലിയ പ്രോസസ്സ്, അത് ചെയ്യാനായിട്ട് NCLTയുടെ അടുത്ത് കൽപ്പന കൊടുക്കും. ഓക്കെ, അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഞാൻ അടുത്തത് ഈ സ്കീം സക്സസ്ഫുള്ളി ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തു. അതിനുശേഷം ട്രാൻസ്ഫറർ കമ്പനിയുടെ പ്രോപ്പർട്ടീസും അസറ്റ്സും ലൈബിലിറ്റീസും എല്ലാം ട്രാൻസ്ഫർ കമ്പനിയുടെ ആയിട്ട് മാറും. അതുപോലെ തന്നെയാണ് ചാർജസ് ഓൺ പ്രോപ്പർട്ടി ഓഫ് ട്രാൻസ്ഫർ കമ്പനി ഈസ് ആപ്ലിക്കബിൾ ഓൺ ട്രാൻസ്ഫർ കമ്പനി. അതായത് എന്തെങ്കിലും ചാർജസോ ലീഗൽ പ്രൊസീഡിങ്സ് ഇപ്പോൾ ട്രാൻസ്ഫർ കമ്പനിക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം ഈ സ്കീമിന് ശേഷം ട്രാൻസ്ഫർ കമ്പനിയുടെ ആയിട്ട് മാറും. അപ്പോൾ ബാക്കിയെല്ലാം വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ കഴിഞ്ഞു. ഓക്കെ, ഈ സെക്ഷൻ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഓക്കെ, എല്ലാം കവേർഡ് ആയിട്ടുണ്ട്. ഞാൻ അടുത്തത് മെർജർ ഓർ അമാൽഗമേഷൻ ഓഫ് ദ കമ്പനി വിത്ത് ഫോറിൻ കമ്പനി. അതായത് ഒരു ഇന്ത്യൻ കമ്പനി ഫോറിൻ കമ്പനിയായിട്ട് അമാൽഗമേഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇവർ മെർജർ അല്ലെങ്കിൽ അമാൽഗമേഷൻ ചെയ്യണേക്കാളും മുമ്പ് തന്നെ RBIയുടെ സമ്മതം മേടിക്കണം. അത് കഴിയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അടുത്ത് ചോദിക്കണം. ഇവരൊക്കെ ഓക്കെ പറയുകയാണെങ്കിൽ മാത്രമാണ് ഫോറിൻ കമ്പനി ഇന്ത്യൻ കമ്പനിയിലോട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനി ഫോറിൻ കമ്പനിയായിട്ട് മെർജ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം കൺസിഡറേഷൻ ക്യാഷിലോ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തോ പേ ചെയ്യാം. അതുകൊണ്ട് ബാക്കിയുള്ള സ്റ്റെപ്സ് നമ്മൾ കഴിഞ്ഞ സെക്ഷൻസിലൊക്കെ ഡിസ്കസ് ചെയ്തില്ലേ, അതേപോലെ ഒക്കെ തന്നെയാണ്. ഞാൻ അടുത്തത് പൊതുജന താല്പര്യം അനുസരിച്ച് സെൻട്രൽ ഗവൺമെൻറ് ചിലപ്പോൾ കമ്പനീസിനെ അമാൽഗമേഷൻ ചെയ്യിപ്പിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ പൊതുജന താല്പര്യം അനുസരിച്ച് ഇപ്പോൾ രണ്ടോ അധികമുള്ള കമ്പനീസ് അമാൽഗമേഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റും ആ ഒരു രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അമാൽഗമേഷൻ ഒരു ഓർഡർ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറയും. ഏതൊക്കെ കമ്പനീസാണോ അതിൻ്റെ അകത്തുള്ളത് ആ കമ്പനീസിന് അയച്ചു കൊടുക്കും. എന്നിട്ട് 2 മാസത്തിനുള്ളിൽ ക്രെഡിറ്റേഴ്സ് മെമ്പേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടും. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ എന്ന് നോക്കും. 2 മാസത്തിന് ശേഷം ഒരു ഒബ്ജക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് വേണ്ട നടപടിക്രമം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഇത്രയുള്ള ഈ ചാപ്റ്റർ. താങ്ക് യു.